ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് വൈറലായിട്ടുള്ള ഫേസ് മാസ്കുകൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും എനിക്ക് ഓർഡർ വൈസ് നിങ്ങൾ മസ്റ്റ് ട്രൈ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും ഇപ്പൊ പറഞ്ഞുതരാം. അപ്പം ഒരു മിനിറ്റ്, സാധനം ഇപ്പൊ താഴെ ഓക്കെ പറഞ്ഞുതരാം. ഓക്കെ, ഓർഡർ വൈസ് പറഞ്ഞുതരാം. ഒന്ന് എന്താ പറയാ, ഞാൻ ഫേസ് മാസ്കുകൾ അങ്ങനെ അധികം ഉപയോഗിക്കത്തില്ലായിരുന്നു, വെച്ചാൽ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു കുറെ നാൾ മുന്നേ വരെ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 2-3 മാസമായിട്ടാണ് ഞാൻ ഫേസ് മാസ്കുകൾ അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെ ചില അപ്രൂവ്ഡ് ആയിട്ടുള്ള എനിക്ക് നല്ല രീതിയിൽ സിവിയർ ആയിട്ടുള്ള സ്കിന്നിന് ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ ഹീൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഹോം റെമഡീസും ഉണ്ട്. നല്ല അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോം റെമഡീസ് ആണ്. ഹോം റെമഡീസിന് ഒരു കാര്യം പറയുമ്പോൾ ഭയങ്കര പണി തരുന്ന ഒരു സാധനമാണ്. സൂക്ഷ്യം കണ്ടു ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും, അതായത് പ്രോഡക്റ്റിനേക്കാളും ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നത് ഹോം റെമഡീസ് ആണ്. നേരെയുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോം റെമഡീസ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് എപ്പോഴും മൈൻഡിൽ വെച്ചേക്കാം. ഹോം റെമഡീസ് എന്നും പറഞ്ഞ് കണ്ണിൽ കാണുന്ന എല്ലാ സാധനങ്ങളും കഴിക്കാൻ പറ്റുന്ന സാധനമാണെന്ന് പറഞ്ഞെടുത്ത് മുഖത്തിടരുത്. നല്ല രീതിയിൽ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും. ഓക്കെ, അതുകൊണ്ട് ഇത് പറയാൻ ഇപ്പോൾ എന്തുവാ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഒരു ഓർഡർ വൈസ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതലൊരു മസ്റ്റ് ട്രൈ എന്ന് എനിക്ക് പറയാനുള്ളതാ ഈ ഒരു ഐറ്റം ആണ്. ഇത് ഫോക്സ്റ്റെയിലിന്റെ സ്കിൻ റേഡിയൻസ് മാസ്ക് ആണ്. ഇത് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇൻസ്റ്റ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇത് ഭയങ്കര വൈറലായിട്ടുള്ള പ്രോഡക്റ്റ്. എനിക്ക് ഭയങ്കര ആഗ്രഹം കൊണ്ട് ഞാൻ വാങ്ങിച്ചാണ്. നിങ്ങൾക്ക് പോയ്സ് ഉണ്ടെങ്കിൽ, കുഞ്ഞു കുഞ്ഞു കുരുക്കൾ മുഖത്തുണ്ടെങ്കിലാണെങ്കിലും, നല്ല ടാനിങ് ഒക്കെ ഉള്ളവർക്ക് നല്ലൊന്ന് എന്താ പറയുക, ഫേസ് ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് ബ്രൈറ്റ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണിത്. ഇതിന് 545 രൂപയാണ് ഇതിനകത്ത്. ആമസോണിൽ 447 രൂപ കണ്ടേ ഉള്ളൂ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഓവർ ഹൈപ്പ് പ്രോഡക്റ്റ് ആണെന്ന്, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങളിപ്പോൾ ഒരു ഫേസ് മാസ്ക് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സാധനം മതി കേട്ടോ. അത് മാത്രമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും, നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ എൻ്റെ ഫേവറേറ്റ് പാർട്ട് പറയാം. എനിക്ക് ഫേസ് നല്ല ബ്രൈറ്റ് ആവും, അത് കഴിഞ്ഞിട്ട് ബ്രൈറ്റ് ആവുന്നുണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഞാൻ പറഞ്ഞു തരാം. വെയിറ്റ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു സ്പാച്ചുല കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് കയ്യിൽ ഇങ്ങനെ തോണ്ടിയെടുത്ത് അപ്ലൈ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. രണ്ടാമത്തെ ഫാക്ടർ ഞാൻ പറഞ്ഞത്, തുറന്നോട്ടെ, നമുക്ക് ചൊറിയുന്നത്. ഓക്കെ, എന്റെ ഉടുപ്പ് വീണ ഒരു പുതിയ ഉടുപ്പ്. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ കളർ. നല്ല ബ്രൈറ്റ്, നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പർപ്പിൾ കളർ ഇല്ലേ, അതാണ് ഇതിന്റെ കളർ. മുഖത്ത് ഇടുമ്പോൾ സാധാരണ എനിക്ക് മാസ്ക് ഒക്കെ മുഖത്തിടുന്ന കാണുമ്പോൾ ഒരു പന്ന കോലം. പക്ഷെ ഇത് മാസ്ക് ഇട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും പുറത്തു പോകാൻ തോന്നും, അത്രയ്ക്കും നല്ല ഭംഗിയുള്ള കോലം. അത് മാത്രമല്ല, ഭംഗി മാത്രമല്ല, ഈ സാധനം നല്ല സൂപ്പർ സാധനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോന്നോടെ ചൊറിയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. മുഖം അങ്ങ് നല്ല രീതിയിലൊന്ന് ബ്രൈറ്റ് ആവും. പിന്നെ ഇതിനകത്ത് അവർ 2 to 3 times വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറയില്ല 2-3 തവണ ഉപയോഗിക്കാൻ പറയില്ല. ആഴ്ചയിൽ ഒറ്റ തവണ. അല്ലാതെ നിങ്ങൾ ഒരുപാട് സിറംസും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗ്യാപ്പിട്ട് ആഴ്ചയിൽ 2 തവണ, അതിൽ കൂടുതൽ ഉപയോഗിക്കുകയേ ചെയ്യരുത്. ഇവരെന്തുകൊണ്ട് ഇത്രയും പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് രണ്ടാമത്തെ സാധനം, ഇത് എനിക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് മേടിച്ച ഞാൻ ഒരു സാധനമാണ്. ഇത് ഏതോ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിൽ ഏതോ ഒരു വീഡിയോയിലാണ് ഞാൻ കണ്ടത്. എനിക്ക് ഉറപ്പില്ല ഏതാണ്, പക്ഷെ ഞാൻ കണ്ടവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. ഇത് ഡെർമാക്കോന്റെ 2% സാലിസിലിക് ആസിഡ് ക്ലേ മാസ്ക് ആണ്. ഇതും എനിക്ക് ഇതിന്റെ കൂടെ എന്താ ഇതുപോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുമ്പോൾ, ഇത് സാലിസിലിക് ആസിഡ് ക്ലേ മാസ്ക്, അതായത് എനിക്ക് നല്ല സിവിയർ ആയിട്ടുള്ള കുരു വരുന്ന സ്കിൻ, അതായത് നല്ല ആക്നെ പ്രോൺ സ്കിന്നാണ്. കാരണം ഹോർമോണൽ ഇഷ്യൂസ് നല്ല രീതിയിലുണ്ട്. അങ്ങനത്തെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആക്നെ പ്രോൺ സ്കിന്നാണ്. അതുപോലെ പാടുകളൊക്കെ പെട്ടെന്ന് വരും. അതായത് ചെറുതായിട്ടൊന്ന് കുരു പൊട്ടണമെന്നല്ല, ഞാൻ പൊട്ടാതെ മാക്സിമം നോക്കി, ഞാൻ അറിയാണ്ട് അങ്ങനെ പൊട്ടിയാലും ഇല്ലെങ്കിലും എനിക്ക് പാട് വരുന്ന സ്കിന്നാണ്. അപ്പം ഈ ഒരു ക്ലേ മാസ്ക് ഭയങ്കര സൂപ്പർ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ എനിക്ക് ഇറിറ്റേറ്റ് ആവുന്ന, എനിക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്, പക്ഷെ അങ്ങനെ ഇറിറ്റേറ്റ് ആവുന്ന പോലെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ട്വൈസ് എ വീക്ക് എന്ന് ഇവർ പറയുന്നു. അതുപോലെ ട്വൈസ് എ വീക്ക്, നിങ്ങൾ 2 മാസ്കുകളൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ട്വൈസ് എ വീക്ക് ഉപയോഗിക്കേണ്ട, ഒറ്റ തവണ ഉപയോഗിച്ചാൽ മതി. ഇതിന്റെ ഒരു ഗ്രേ കളറാണ്. ഞാൻ പറയാം, കാണിച്ചു തരാം. വെയിറ്റ്, ഇത് മറ്റേനേക്കാളും ഭയങ്കര ക്വാണ്ടിറ്റി കുറവാട്ടോ, എന്നാലും നിൽക്കും, നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. ഭയങ്കര കട്ടി അല്ലേ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാസ്ക്. എനിക്ക് എൻ്റെ ഉടുപ്പിലാക്കാൻ എൻ്റെ സ്റ്റോറേജ് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്.
എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് എത്തിയില്ല. ഞാനിപ്പോൾ ഓരോ വീഡിയോ ഡിലീറ്റ് ചെയ്ത വീഡിയോ പകുതിക്ക് വെച്ച് ബ്രേക്ക് ആയിപ്പോയി. എന്താണെന്നുണ്ടെങ്കിലും ഒരു സെക്കൻഡ് പിക്ക് ഇതാ ഈ ഒരു സാലിസിലിക് ആസിഡ് മാസ്ക് ആണ്. കാരണം അത് സൂപ്പറാണ്. ഫസ്റ്റ് എന്തായാലും ആ ഫോക്സ്റ്റൈലിലെ മാസ്ക് ആണ്. സെക്കൻഡ് ഈ സാലിസിലിക് ആസിഡ് മാസ്ക്. തേർഡ് ഈ ഒരു സാധനം. ഇത് ഞാൻ ഇതൊരു മാസ്ക് ആണെന്ന് ചോദിച്ചാൽ മാസ്ക് അല്ല, പക്ഷെ മാസ്ക് ആണ്. അങ്ങനത്തെ ഒരു സംഭവം. ഇതൊക്കെ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ കഴുകിക്കളയേണ്ട സാധനങ്ങളാണ്. എന്നാൽ ഇതങ്ങനെയല്ല. ഇതൊരു ഓവർനൈറ്റ് സിറം പോലത്തെ ഒരു സാധനം. ഇത് ഫോക്സ്റ്റൈലിന്റെ ഓവർനൈറ്റ് ഗ്ലോ മാസ്ക് ആണ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ലൊരു മാസ്കാണ്. പക്ഷെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ഞാൻ പറയില്ല. എന്നാലും കുഴപ്പമില്ല. ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ളൊരു കെമിക്കൽ എക്സ്ഫോളിയേഷൻ മാസ്ക് ആണ് ഇത്. പക്ഷെ എന്താ പറയാ, നിങ്ങൾ നല്ല ഈ ഒരു സാധനമൊക്കെ തന്നെ എന്നിട്ടേ ഞാൻ പറയത്തുള്ളൂ ഇത് ഉപയോഗിക്കാൻ. ബട്ട് സാധനം നല്ലതാ കേട്ടോ. ഓവർനൈറ്റ് ചെറിയൊരു ബ്രൈറ്റ്നെസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഈ സാധനമൊക്കെ വരുന്നതിന് മുന്നേ ഇത് തന്നെ ആയിരുന്നു ഫേവറേറ്റ്. കാരണം എനിക്കൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. ഇച്ചിരി ഇരുന്ന് ഭയങ്കര ടാൻ റെഡ്യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല, എന്നാൽ ഇത്തിരി ഇരുന്ന് ടാൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കുറെ നാൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഒരു സൂപ്പർ ആയിരുന്നു. എന്ന് വെച്ചാൽ ആഴ്ചയിൽ 1-2 മാക്സിമം അത്ര തവണ ഈ സാധനമൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് അതാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോഡക്റ്റ് ഏതൊക്കെയാണ്. ഞാൻ പലരും കണ്ടു ഇതുപോലെ പ്രോഡക്റ്റ് കാണിക്കുമ്പോഴും എഴുതുമ്പോഴും ഫോട്ടോ കാണിക്കുമ്പോഴും മനസ്സിലാവുന്നില്ല എന്നുള്ളത്. ഇപ്പം ഏതെങ്കിലും നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ നല്ല ഏതെങ്കിലും വീഡിയോസിൽ ഇതുപോലെ പ്രോഡക്റ്റ് കാണുമ്പോൾ പ്രോഡക്റ്റ് കാണിക്കുമ്പോൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അത് ഗൂഗിളിൽ പോയിട്ട് മറ്റേ ഗൂഗിൾ സെർച്ചിൽ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ക്യാമറയുടെ ഒരു ഐക്കൺ ഉണ്ട്. അതിനകത്ത് പോയിട്ട് ഈ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് കിട്ടും. മനസ്സിലായോ? അല്ലെങ്കിൽ ആമസോണിലാണെങ്കിൽ എന്തൊരു സ്ക്രീൻഷോട്ട് അതിന് പേരൊന്ന് വായിച്ച് കഴിഞ്ഞാൽ ആമസോണിൽ സെർച്ച് ചെയ്താലും കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇതെല്ലാം ഞാൻ എല്ലാം പറയാം. ഈ മാസ്കുകളാണെങ്കിലും ഇതെല്ലാം 18 വയസ്സ് എബോ ഉള്ളവർ മാത്രം യൂസ് ചെയ്യാൻ നോക്കാം. ഞാൻ അതിന് താഴെയുള്ളവർക്ക് ഇതുപോലത്തുള്ള പരിപാടിയൊന്നും ഞാൻ പറയില്ല. കഴിവതും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം ഉപയോഗിക്കാൻ നോക്കാം. സിറംസ് ഉപയോഗിക്കാനേ വേണ്ട. കാരണം നല്ല നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് പറയുകയാണെങ്കിൽ മാത്രം സിറംസ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോഡക്റ്റ്. ഇതെല്ലാം ഏറെക്കുറെ ഒരേ പർപ്പസ് ആണ്. ഈ 3 മാസ്കുകളും ഞാൻ പറഞ്ഞില്ലേ, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ടാനിങ്, ചെറിയ ബ്രൈറ്റ് ആക്കുക, ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. ഇതും അതുപോലത്തെ സാധനമാണ്. പക്ഷെ ഇതാണ് എനിക്ക് ഏറ്റവും അവസാനം ഇഷ്ടം എന്നുള്ള സംഭവം. ഇത് മോംസ് ഗോർഡൻ നാച്ചുറൽ ക്ലേ മാസ്ക് ആണ്. നോർമൽ ടു ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു ക്ലേ മാസ്ക് ആണ്. ഇതെന്ന് പറയുന്നത് എന്താ പറയുക, ചെറുതായിട്ടൊരു ടിംഗ്ലിംഗ് സെൻസേഷൻ തോന്നിയായിരുന്നു. അതെനിക്ക് അത്ര അങ്ങ് സേഫായിട്ട് തോന്നിയില്ല. ബട്ട് കുഴപ്പമില്ല. ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ, എന്നെ പോലെ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ അല്ലാത്തവർക്ക് ഇത് ഓക്കെ. കാരണം നല്ല ബ്രൈറ്റ് ആക്കുന്നുണ്ടായിരുന്നു ഫേസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൾനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഇത് ഉപയോഗിക്കരുത്. അല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഫേസ് ഒന്ന് ബ്രൈറ്റ് ഒക്കെ ആക്കുന്ന സാധനമാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പം നല്ല ക്ലേ മാസ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ല. ഞാൻ എന്തുകൊണ്ട് ഇതൊന്നും ഇട്ട് കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ഒറ്റ തവണ ഉപയോഗിക്കേണ്ട സാധനമാണ്. പിന്നെ എല്ലാം കൂടെ എനിക്ക് ഒരുമിച്ച് ഒരു വീഡിയോയിൽ ഇട്ട് കാണിക്കാനും പറ്റത്തില്ല. പിന്നീടെന്ന് പറയുന്നത്, ഞാൻ ചെറുതായിട്ടൊരു പണി ചോദിച്ചു വാങ്ങിച്ചായിരുന്നു എൻ്റെ സ്കിന്നിൽ. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സ്കിന്നെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ എൻ്റെ ഒരു ദുർബല ഘട്ടത്തിൽ ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ അല്ലാതെ എൻ്റെ അനിയത്തിയുടെ മോയ്സ്ചറൈസർ ഒന്നും ഉപയോഗിക്കേണ്ടി വന്നു. പക്ഷെ മോയ്സ്ചറൈസർ നല്ലതാണെന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ അല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിനെ അത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് നല്ല രീതിയിൽ സ്കിന്നിൻ്റെ ബാരിയർ ബ്രേക്ക് ആയിട്ട് കണ്ടോ, ഇവിടെ എല്ലാം കുരുവന്നുണ്ടോ. പക്ഷെ ഹീലായി വരെ എനിക്ക് നല്ല ചുമന്ന് റെഡായിട്ട് ഇരിക്കുമായിരുന്നു. അതൊക്കെ നല്ല രീതിയിലൊന്ന് കുറഞ്ഞ് ഹീലായി വന്നുകൊണ്ടിരിക്കുക. പക്ഷെ എന്താ പറയുക, ആ സമയത്ത് എനിക്ക് നല്ല ഇറിറ്റേഷൻ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ മോയ്സ്ചറൈസർ വാങ്ങിക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി പണി കിട്ടിയിരിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഹീൽ ചെയ്തെടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇച്ചിരി പണി കിട്ടും, നല്ലതാണ്. എന്നാലും ഹീൽ ചെയ്തെടുക്കാൻ ഇപ്പൊ കുറേയൊക്കെ ഹീലായി വരുന്നുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിക്കുന്നതുകൊണ്ട്, എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള ഉപയോഗിക്കുന്നതുകൊണ്ട് ഹീലായി വരുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ചൊറിഞ്ഞതിൻ്റെ ഒരു റെഡായിട്ട് ഇരിപ്പുണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും അല്ലാണ്ട് വേറെ ഒന്നും ഉപയോഗിക്കരുത്. ഇപ്പൊ അത് ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും കയ്യിലിരിക്കുന്നതാണെങ്കിലും എനിക്ക് അറിയായിരുന്നു.
പിന്നെ ഞാൻ എന്താ പറയാ, പെട്ടെന്ന് എന്തെങ്കിലും മോയ്സ്ചറൈസർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് ഉപയോഗിച്ച് പോയതാ, പെട്ടെന്ന് ഓർത്തില്ല. സോ അപ്പൊ ഞാൻ അങ്ങ് ഇട്ടും പോയി, ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എനിക്ക് അങ്ങ് ഇട്ടും പോയി. അതുകൊണ്ടാണ്. കുഴപ്പമില്ല, കുഴപ്പമില്ല, എന്റെ മണ്ടത്തരം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ സ്കിൻ ടൈപ്പിന് ഞാൻ ഒരുപാട് പേര് കാണുന്നുണ്ട്, കണ്ണി കാണുന്നു. ഇപ്പൊ നമ്മൾ അഫോർഡബിൾ ആണെന്ന് കാണുമ്പോഴേ മേടിക്കും. അഫോർഡബിൾ ആയ എല്ലാ പ്രോഡക്റ്റും നല്ലതാവണം എന്നില്ല. ഇപ്പൊ നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ള നല്ല പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിന് എക്സ്പെൻസീവ് വരും. എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ്. ഒരു 500 രൂപയുടെ അണ്ടറിൽ ഒരുപാട് നല്ല പ്രോഡക്റ്റുകളുണ്ട്, ഒരുപാട്. പക്ഷെ 500 രൂപ വേണം ഒരു പ്രോഡക്റ്റ്. ഇപ്പം മിനിമം ഒരു 500 രൂപയ്ക്ക് നല്ല പ്രോഡക്റ്റുകളൊക്കെ കാണും. ഭയങ്കര ഇപ്പൊ 200 രൂപ അല്ലെങ്കിൽ മാക്സിമം 250 രൂപയുടെ താഴെയൊക്കെ ഉള്ളത് എല്ലാം ഒന്നും നല്ലതാവണം എന്നില്ല, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് നല്ലത്. അല്ലാതെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് കണ്ണി കാണുന്ന ഏതെങ്കിലും വാങ്ങിച്ച് സ്കിൻ ഡാമേജ് ചെയ്യുന്നതിനേക്കാളും പൈസ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പൈസ ശേഖരിച്ച് വെച്ചിട്ട് വാങ്ങുന്നതാണ്. ഞാനും ആദ്യമൊക്കെ അങ്ങനെ തന്നെ പൈസ കൂട്ടി വെച്ചിട്ടോ എനിക്ക് സേവിങ്സ് ആയിട്ട് കിട്ടുന്നതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നു. സേവിങ്സ് ആയിട്ട് കിട്ടുന്നതോ ഇത്തിരി ആയിട്ട് ചെയ്യുന്നതോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കിട്ടുന്ന പൈസ ആയിരിക്കും ഞാൻ കൂട്ടി വെച്ചിട്ട് സ്കിൻ കെയർ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടിരുന്നത്. ഐ മീൻ സ്കിൻ കെയർ ഞാൻ ചെയ്തു തുടങ്ങിയത് അവസാനം ലാസ്റ്റ് +2 +1 സമയത്താണ്. ആദ്യമായിട്ട് ഞാൻ സൺസ്ക്രീൻ ഇടുന്നതും മോയ്സ്ചറൈസർ ഇടുന്നതൊക്കെ അപ്പോഴാണ്. അല്ലാത്തൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രോഡക്റ്റുകളാണെങ്കിലും എല്ലാം ഉപയോഗിച്ച് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വലുതായിട്ട് പറയുന്നില്ല. എന്നാലും ഉപയോഗം ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പം പണ്ടെന്ന് പറയാനില്ല, എന്നാലും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, നല്ല പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നത്. ഇപ്പൊ ഒബ്വിയസ്ലി സാധനത്തിനൊക്കെ പൈസ കൂടുതലാണ്, എന്നാലും ഭയങ്കര അഫോർഡബിൾ നോക്കി ഭയങ്കര വില കുറഞ്ഞ അഫോർഡബിൾ നല്ല പ്രോഡക്റ്റുകൾ ഇല്ല, നല്ല പ്രോഡക്റ്റുകൾ ഉണ്ട്. പക്ഷേ പണി കിട്ടാതിരിക്കാൻ സൂക്ഷിക്കാം. പണി കിട്ടും, ഓക്കെ? സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും, ഓക്കെ? അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നല്ല ഫേസ് മാസ്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും നോക്കാം. ഫസ്റ്റ് ഓബിയസ്ലി ആ ഫോക്സ്റ്റൈലിന്റെ സാധനമാണ്. അപ്പൊ അതെന്തായാലും ട്രൈ ചെയ്തൊക്കെ. ട്രൈ ചെയ്യാത്തവർ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മൾ ഫുൾ വീഡിയോ ആയിട്ട് ഇടണം ആഗ്രഹമുള്ളതാണെങ്കിലും കൊച്ചു വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പറയാൻ മറക്കണ്ട. പിന്നെ ഓണമൊക്കെ ഇല്ലേ, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ ഇന്നലെ പോയി ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ പിന്നീടുന്നതായിരിക്കും. ഉടുപ്പ് തയ്ക്കാൻ കൊടുത്തേക്കുക. ഓക്കെ, ബൈ.